നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കാട്ടുഴുന്നിനെയാണ്. ദക്ഷിണേന്ത്യയിൽ ആന്ധ്രയിലെ ഗോദാവരി ജില്ലയിലും കർണാടകം, തമിഴ്നാട് എന്നിവിടങ്ങളിലും കേരളത്തിൽ മലബാറിലും തെക്കൻ തിരുവിതാംകൂറിലും ധാരാളമായി കണ്ടുവരുന്ന വന്യമായി പടർന്നു പിടിക്കുന്ന പയറുവർഗത്തിൽപ്പെട്ട ഒരു ചെറിയ കുറ്റിവള്ളിച്ചെടിയാണ് കാട്ടുഴുന്ന്. ഇതിൻ്റെ പലതരം ഇനങ്ങൾ ഈ സസ്യത്തിനുണ്ട്. അതിൽ തന്നെ ഗ്ലൈസിൻ ലേബിയാലിസ് എന്ന ചെടിയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഫബേസിയാണ് ഇതിൻ്റെ കുടുംബം. കമ്പി പോലെ വണ്ണം കുറഞ്ഞ കാണ്ഡമാണ് കാട്ടുഴുന്നിൻ്റേത്. ഇതിൻ്റെ ഇലകൾ 3 ഇലകളുടെ കൂട്ടമായാണ് കാണപ്പെടുന്നത്. നടുവിലുള്ള ഇലയ്ക്ക് ഏകദേശം 5 സെൻറ്റിമീറ്ററോളം നീളമുണ്ടായിരിക്കും. അണ്ഡാകൃതിയാണ്. മുകൾ ഭാഗം കടും പച്ചനിറത്തിലും താഴ്ഭാഗം ഇളം പച്ചനിറത്തിലും കാണപ്പെടുന്നത്. ഇലകൾ മിക്കവാറും അരോമിലമായിരിക്കും. അഗ്രം നിശിതാഗ്രമാണ്. ഇതിൻ്റെ ഉപപത്രങ്ങൾ ഉടക്കുളി പോലെയാണ്. പത്രകക്ഷങ്ങളിലാണ് ഇതിലെ പൂക്കൾ കാണപ്പെടുന്നത്. കാട്ടുഴുന്നിൻ്റെ പൂവിന് ചുവന്ന നിറമാണ്. ചെറിയ പൂവുകൾ ദുർബലമായ സ്തൂപമഞ്ചരിയിൽ കുലകളായി കാണപ്പെടുന്നു. പയറിൻ്റേത് പോലുള്ള സൂപക ഫലമാണ് കാട്ടുഴുന്നിൻ്റേത്. ഇതിൻ്റെ പുറംതോട് നീളമുള്ളതും വീതി കുറഞ്ഞ് കടലാസ് പോലുള്ളതുമാണ്. ഈ കൊക്കുള്ള ഈ ഫലം പൊട്ടുമ്പോൾ തോട് 2ആയി പിരിയുന്നു. കറുത്ത് നീണ്ടുരുണ്ട വിത്തുകൾ 5 മുതൽ 12 വരെ ഒരു ഫലത്തിനുള്ളിൽ കാണപ്പെടുന്നുണ്ട്. സംസ്കൃതത്തിൽ മാഷപരണി, മഹാമാഷ, കൃഷ്ണവൃന്ദ എന്നെല്ലാമാണ് കാട്ടുഴുന്നിനെ വിശേഷിപ്പിക്കുന്നത്. മധുര കയ്പു രസമാണിതിന്. ശീതവീര്യവും രൂക്ഷഗുണവുമാണ്. ഇതിൻ്റെ വേരും ധാന്യവുമാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. കാട്ടുഴുന്നിൻ്റെ വേര് വാതപിത്ത രക്തഹരമാണ്. ജ്വരത്തിനും ചുമയ്ക്കും ഇത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലം ദാഹമകറ്റുന്നു, ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള കാട്ടുഴുന്നിൻ്റെ മറ്റു ഉപയോഗങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ കാട്ടുഴുന്ന് അല്ലെങ്കിൽ മാഷപ്പറണി എന്ന് പറയും. ഇത് ഈ സാധാരണ ഉഴുതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലുള്ളതാണ്. ബ്രഹ്മണം എന്ന് പറയാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഇതിൻ്റെ ഈ വിത്തും അതിൻ്റെ ഇലയും കഷായം ഒന്നിച്ച് സമൂലം കഷായം വയ്ക്കാം. അല്ലെങ്കിൽ ഇതുകൊണ്ട് കഷായം വയ്ക്കാം, ലേഹ്യം വയ്ക്കാം ഒക്കെ. ഈ കഷായം ഉണ്ടാക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ മുലപ്പാൽ വർദ്ധിക്കും. മാത്രമല്ല കുറച്ച് ശരീരം തടിപ്പിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ തോൾ വേദന, ഈ സെർവൈക്കൽ സ്പോണ്ടിലോസിസ്, അങ്ങനെ കൈ പൊക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇതിൻ്റെ ഈ ഇല അരച്ചിട്ട് ലേപനം ചെയ്യും. ഇത് നീര് വലിച്ചെടുക്കാനുള്ളൊരു ഗുണമുണ്ട് അതിന്. അത് ഈ മാത്രമല്ല ശരീരം അതേസമയം തടിപ്പിക്കുന്ന നീര് പുറമേ പറ്റിക്കഴിഞ്ഞ് നീര് വലിച്ചെടുക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 2 ഉപയോഗങ്ങൾ. പിന്നെ ഇത് ഈ വാതരോഗത്തിന് അതായത് ശരീരം ഈ ഞരമ്പിനൊക്കെ ബലം കുറഞ്ഞ ആൾക്കാർക്ക് ഇതിന് ഈ കഷായം വെച്ചിട്ട് അതിൽ ലേശം ഈ മെഡിക്കേറ്റഡ് ഗീ മാപ്പിടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്.